കേരളപ്പിറവി ദിനത്തിൽ ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്തിനു മുന്നിൽ ജനകീയ പ്രതിഷേധ ധർണ നടത്തി. ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിലെ കാലങ്ങളായുള്ള വാർഡ് മെമ്പർമാരുടെ ഉത്തരവാദിത്തമില്ലായ്മയ്ക്കെതിരെയും മക്കാട്ടുമുക്ക് പട്ടിരേത്തുമുക്ക് റോഡിന്റെ കാലങ്ങളായുള്ള ശോച്യാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ചുമായിരുന്നു ധർണ. ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിലെ കാലങ്ങളായുള്ള വാർഡ് മെമ്പർമാരുടെ വാർഡിനോടുള്ള ഉത്തരവാദിത്തമില്ലായ്മയ്ക്കെതിരെയും മക്കാട്ടുമുക്ക് പട്ടിരേത്തുമുക്ക് റോഡിന്റെ കാലങ്ങളായുള്ള ശോച്യാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ചും പ്രദേശവാസികളെ രാഷ്ട്രീയ ഭേദമന്യേ ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. ധർണ സമരസമിതി രക്ഷാധികാരി PM രാധാകൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. നിലവിലുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെയും അവരുടെ കെടുകാര്യസ്ഥയ്ക്കും എതിരായിട്ട് നടത്തുന്ന ഒരു ധർമ്മ സമരമാണ്. ആരുടെയെങ്കിലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരായിട്ടോ ഏതെങ്കിലും വ്യക്തികൾക്കെതിരായിട്ടോ ഒന്നുമല്ല. നേരെ മറിച്ച് വർഷങ്ങളായിട്ട് ആയിരക്കണക്കിന് ജനങ്ങൾ ഉപയോഗിക്കുന്ന ആ റോഡിനെ എന്ന് പറയുന്ന മക്കാട്ടുമുക്ക് പട്ടിരേത്തുമുക്ക് റോഡെന്ന് പറയുമ്പോൾ ചെറിയ റോഡാണ്. 1-ാം വാർഡിൻ്റെ കിഴക്ക് ഭാഗമാണ്. 2-ാം വാർഡ് തുടങ്ങുന്നത് അവിടെ നിന്നാണ്. പക്ഷേ ഈ റോഡിൽ കൂടി സഞ്ചരിക്കുന്ന ജനങ്ങൾ എന്ന് പറയുന്നത് ഒരു ദിവസം ആയിരക്കണക്കിന് ജനങ്ങൾ സഞ്ചരിക്കാറുണ്ട്. ആഞ്ഞിലിപ്ര UP സ്കൂളിൽ പഠിക്കാൻ പോകുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ, മാവേലിക്കരയിലും മറ്റ് പല സ്കൂളുകളിലും ഹൈസ്കൂളുകളിലും ഡിസംബർ കോളേജിലുമൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ ഈ സ്കൂൾ കോളേജ് വാഹനങ്ങൾ നിരന്തരമായി റോഡിൽ കൂടെ നടക്കുന്നു. അപ്പോൾ അവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കാൽനട യാത്രക്കാർക്ക് പോലും നടക്കാൻ വയ്യ. ഒരു കാലെടുത്ത് വെച്ചാൽ അടുത്ത കുഴിയിലേക്കാണ് ചാടുന്നത്. ആ കുഴി ഈ വീണ് നമ്മുടെ യാത്രക്കാരുടെ കാലൊടിയാതിരിക്കുന്നത് അവരുടെ ഭാഗ്യം കൊണ്ട് മാത്രമാണ്. അത്ര വളരെ ശോചനീയമായി ഇപ്പോഴും ഈ സമയത്ത് പ്രദേശത്തൂടെ സഞ്ചരിക്കുന്നത്. അവിടെ ഈ പട്ടിരേത്തുമുക്ക് പിന്നെ മക്കാട്ടുമുക്ക് ആ റോഡിൽ ഇരുവശത്തും താമസിക്കുന്ന ആളുകൾ മാത്രമല്ല, അതിന് പടിഞ്ഞാറ് നിന്നും വരുന്ന ആളുകൾ, മറ്റ് പല ഭാഗത്തു നിന്നും വരുന്ന ആളുകൾ വിവിധ ആവശ്യങ്ങൾക്കായി ആ പ്രദേശത്ത് സഞ്ചരിക്കുന്ന ഒരു പുനരുദ്ധാരണ പണി നടത്തിയിട്ട് എത്രയോ വർഷമായി എന്നുള്ളതിനെപ്പറ്റി പഞ്ചായത്തിലെ കണക്കെടുത്ത് നോക്കിയെങ്കിൽ അറിയണം. പഞ്ചായത്തിലുള്ള പലർക്കും ഒരു പക്ഷേ ഇന്നത്തെ അത് പ്രതിനിധീകരിക്കുന്ന പലർക്കും ചിലപ്പോൾ അറിയത്തില്ല. മറ്റ് പല റോഡുകളും നമുക്കറിയാം. പഞ്ചായത്തിൻ്റെ ഫണ്ടില്ലെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നടത്താൻ കഴിയും. ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിക്കാൻ നടത്താൻ കഴിയും. ഇതൊന്നുമില്ലെങ്കിൽ MLA ഫണ്ടുണ്ടാകും. MLAക്ക് വികസന പ്രവർത്തനത്തിന് പ്രത്യേക ഫണ്ടുണ്ട്. പക്ഷേ ആ ഫണ്ടൊക്കെ കിട്ടണമെങ്കിൽ അടിസ്ഥാനമായി ആ വാർഡ് മെമ്പർ വിചാരിക്കും. കാര്യം വാർഡ് മെമ്പറുടെ ഉത്സാഹവും വാർഡ് മെമ്പറുടെ താല്പര്യവും വാർഡ് മെമ്പറുടെ ഇടപെടലും ഉണ്ടെങ്കിൽ മാത്രമേ അതിന് മുകളിലേക്കുള്ള ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സർക്കാരിൻ്റെയും ആവശ്യമായ ഇടപെടലുകളും ആവശ്യമായ ഫണ്ടും നോക്കും. കൺവീനർ അനു ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സമരസമിതി ജോയിന്റ് കൺവീനർ രാജീവ്, അംഗങ്ങളായ സാം വി മാത്യു, ഗോപി ഒ ശാമുവേൽ, ജിത്ത്, മനോജ്, ഉദയൻ, ബെൻസൺ, ധന്യ, രമ്യ എന്നിവർ പ്രതിഷേധ ധർണയ്ക്ക് നേതൃത്വം നൽകി. CDNet ന്യൂസ്, ചെട്ടികുളങ്ങര.